+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ദിസ് ഈസ് പാർട്ട് 6. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. മാത്തമാറ്റിക്സിൻ്റെ കാതലായ ഒരു കോൺസെപ്റ്റാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് ക്ലാസ് കേൾക്കണം, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഈ കോൺസെപ്റ്റ് നമ്മൾ പല ചാപ്റ്റേഴ്സുകളിലും പിന്നീട് ഉപയോഗിക്കും. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വേണം പഠിക്കാൻ. കുറച്ച് കൂടുതൽ സമയം എടുത്താലും കുഴപ്പമില്ല. ഈ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അതേതാ കോൺസെപ്റ്റ്? ഫങ്ഷൻസ്. ഇപ്പം നമ്മൾ ഫങ്ഷൻസിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പേ നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫങ്ഷൻസ് പഠിക്കുന്നത്. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പിന്നീട് നമ്മൾ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അപ്ലൈ ചെയ്യും. ഹയർ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിക്കാൻ അപ്ലൈ ചെയ്യും. ജീവിതത്തിലും നമ്മൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും മാത്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും. അപ്പം അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളൊന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ റിലേഷൻ ഫ്രം എ ടു ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. Second one, if A is equal to B, then we say R is a relation on A. Relation is a subset of A cross B. If B is equal to A, we say this relation is a relation on A. Now third one, if the relation R equal to null set, then this relation is known as empty relation. Fourth one, the relation R equal to A cross B is known as universal relation. Now next is domain. What is domain? Set of all first elements of ordered pairs of R is known as domain. Then next is range. What is range? Set of all second elements of ordered pairs of R is range. Now next term is codomain. Codomain is the whole set B. If R is a relation from A to B, then B is codomain of R. Now next is relation can be represented in roster form, set builder form or arrow diagram. We use these three methods to represent a relation. If n of A is equal to P and n of B is equal to Q, then there are 2 raised to P into Q or 2 raised to n of A into n of B relations from A to B. If n of A is equal to n, then there are 2 raised to n square, 2 raised to n into n. P is equal to Q is equal to n. So 2 raised to n into n, that is 2 raised to n square relations on A. ഇപ്പോൾ ഈ രണ്ട് സ്ലൈഡിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പം എഴുതേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് ബോർഡിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നോട്ട്സിൽ എഴുതി വെക്കണം, പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് പുതിയ കോൺസെപ്റ്റിലേക്ക് പോകാം. ഫങ്ഷൻസ്. ഇപ്പോൾ ഫങ്ഷൻസിൻ്റെ ഡെഫിനേഷൻ എഴുതുന്നതിനേക്കാൾ മുമ്പേ എന്താണ് ഫങ്ഷൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഡെഫിനേഷൻ എഴുതാൻ. എന്താണ് ഫങ്ഷൻസ് എന്ന് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഫങ്ഷൻസ്. കൺസിഡർ റിലേഷൻ ഫ്രം എ ടു ബി. ഓക്കെ, ആർ ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി. എ റിലേഷൻ ഇസ് സെറ്റ് ടു ബി എ ഫങ്ഷൻ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് 2 കണ്ടീഷൻസ്. ഓക്കെ, ഫങ്ഷൻ ഇസ് എ റിലേഷൻ. എ റിലേഷൻ ഇസ് സെറ്റ് ടു ബി എ ഫങ്ഷൻ. അതായത് ഒരു റിലേഷൻ ഫങ്ഷൻ ആവണമെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് 2 കണ്ടീഷൻസ്? നമുക്കിപ്പോൾ എക്സാമ്പിളിലൂടെ ആ 2 കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന റിലേഷൻസ് നോക്കണം. ഇതാണ് 4 റിലേഷൻസ്. ഓക്കെ, ഈ 4 റിലേഷൻസിൽ ചിലത് ഫങ്ഷൻസ് ആണ്, ചിലത് ഫങ്ഷൻസ് അല്ല. നമുക്ക് ആദ്യം ഈ റിലേഷൻസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷനാണ് മാപ്പ് ചെയ്യുന്നത് 1 to A, 2 to B. ഇവിടെ നോക്കിയേ, ഈ റിലേഷൻ 1 to A, 2 to B, 3 to C. ഇവിടെ വരച്ചിരിക്കുന്ന റിലേഷൻ എന്താ? 1 to A, 2 to B, 3 to B and 3 to C. And this fourth one, 1 to A, 2 to B, 3 to B. ഈ 4 എണ്ണത്തിൽ 2 എണ്ണം ഫങ്ഷൻസ് ആണ്, 2 എണ്ണം ഫങ്ഷൻസ് അല്ല. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇത് 2 എണ്ണം ഫങ്ഷൻ അല്ല. ദിസ് ഇസ് നോട്ട് എ ഫങ്ഷൻ. ദീസ് 2 ആർ ഫങ്ഷൻസ്. ഈ 2 എണ്ണം ഫങ്ഷൻസ് ആണ്. ഇപ്പം നിങ്ങൾ ഇതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. ഇതെന്തുകൊണ്ട് ഫങ്ഷൻ അല്ല, ഇതെന്തുകൊണ്ടാണ് ഫങ്ഷൻ ആയത് എന്ന് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള 2 കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ റിലേഷനും ഒന്ന് ഒബ്സർവ് ചെയ്യുക, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നോക്കിയേ, ഇവിടെ 1 to A, 2 to B. ഇവിടെ 1 to A, 2 to B, 3 to C.
അപ്പം ഇത് എന്തുകൊണ്ടായിരിക്കും ഫങ്ഷൻ അല്ലാത്തത്? ആൻസർ കിട്ടിയോ? നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് കണ്ടീഷൻ വരും. ഇത് രണ്ടും നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് റിലേഷൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫങ്ഷൻ ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ കിട്ടും. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടുന്ന് 3 സിയിലേക്ക് ആറോ ഉണ്ട്, ഇവിടുന്ന് 3 സിയിലേക്ക് ആറോ ഇല്ല. അതാണ് കണ്ടീഷൻ. ഓക്കെ, ഒന്നും കൂടി ഞാൻ പിന്നീട് പറയാം. നമുക്ക് രണ്ടാമത്തെ സെറ്റ് എക്സാമ്പിൾസ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇത് ഫങ്ഷൻ അല്ല, ഇത് ഫങ്ഷൻ ആണ്. വ്യത്യാസം ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെ 3 എന്ന് ബിയിലേക്ക് ആറോ പോയിട്ടുണ്ട്, ഇവിടെ 3 എന്ന് 2 ആറോസ് പോയിട്ടുണ്ട്. 3 എന്ന് ബിയിലേക്കും ആറോ പോയിട്ടുണ്ട്, 3 എന്ന് സിയിലേക്കും ആറോ പോയിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് കണ്ടീഷൻ. ഈ ഒരു സംഭവമാണ് ഈ റിലേഷനെ ഫങ്ഷൻ അല്ലാതാക്കാനുള്ള കാരണം. അപ്പൊ എന്താ കാരണം മനസ്സിലായോ? 3 എന്ന് ഒറ്റൊരു ആറോ പോയിട്ടുള്ളൂ, ഇവിടെ 3 എന്ന് 2 ആറോസ് പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ 4 എക്സാമ്പിൾസും ഒബ്സർവ് ചെയ്താൽ ഇത് എന്തുകൊണ്ടാ ഫങ്ഷൻ ആയതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, ഇവിടെ 1 എന്ന് ആറോ പോയിട്ടുണ്ട്, 2 എന്ന് ആറോ പോയിട്ടുണ്ട്, 3 എന്ന് ആറോ പോയിട്ടുണ്ട്. ഇവിടെ 3 എന്ന് ആറോ പോയിട്ടില്ല. അതായത് 3 എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവണം. എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. ഇവിടെ എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഇല്ല, ഈ 3ക്ക് ഇമേജ് ഇല്ല. അപ്പോൾ ഒരു കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ കിട്ടിയല്ലോ. എ റിലേഷൻ ഇസ് എ ഫങ്ഷൻ ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഷുഡ് പൊസസ് ആൻ ഇമേജ്. ഇവിടുത്തെ എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടാവണം, ഇവിടുത്തെ എല്ലാ എലമെന്റിനും ആറോ പോയിട്ടുണ്ടാവണം. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് ഈ സെറ്റ് നിന്ന് കിട്ടും. ഇവിടെ ഒറ്റൊരു ആറോ മാത്രമേ പോയിട്ടുള്ളൂ, ഈ എലമെന്റ്സിന് ഒറ്റൊരു ഇമേജ് മാത്രമേ ഉള്ളൂ. അത് ഇമേജ് ഏതാന്ന് നമുക്ക് വിഷയമല്ല, ഒറ്റൊരു ഇമേജ് മാത്രം ഉണ്ടായാൽ മതി. ഇവിടെയാണെങ്കിലോ 3 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജ് ഉണ്ട്, അതാണ് കുഴപ്പമായത്. 3 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജ് ഉള്ളത് കൊണ്ടാണ് ഇത് ഫങ്ഷൻ അല്ലാതെ പോയത്. ഇപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എല്ലാ എലമെന്റ്സിനും ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, 1ന് ഒരു ഇമേജ്, 2ന് ഒറ്റൊരു ഇമേജ്, 3ക്കും ഒറ്റൊരു ഇമേജ് മാത്രമേ ഉള്ളൂ. ആ ഇമേജ് ഏതാന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും ഒരേ നമ്പറിലേക്ക് പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ടീഷൻ എന്താണ്? ഒറ്റൊരു ഇമേജ് ഉണ്ടാവണം എന്നാണ്. ഓക്കെ, സോ ഹിയർ ഇൻ ദിസ് കേസ് എവറി എലമെന്റ് ഓഫ് എ പൊസസ് ആൻ ഇമേജ് and that image is unique. There is one and only one image for every element of A. These are the two conditions. ഇപ്പം ഈ ആദ്യത്തെ രണ്ടെണ്ണം റിലേഷൻസ് ആണ്, രണ്ടാമത്തെ 2 റിലേഷൻസും എന്താ? ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസിനെ നമ്മൾ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. എഫ് ഇസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി. ഇത് രണ്ടും റിലേഷൻസ് മാത്രമാണ്, ഇത് ഫങ്ഷൻ ആവുന്നില്ല. ഇത് റിലേഷൻസ് ആണ്. റിലേഷൻസിന്റെ കൂടെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇതെന്തായി മാറി? ഫങ്ഷൻ ആയി മാറി. ഏതൊക്കെ 2 കണ്ടീഷൻസാ? എവറി എലമെന്റ് ഓഫ് എ ഷുഡ് പൊസസ് ഇമേജ് ആൻഡ് ദ ഇമേജ് ഇസ് യുണീക്ക്, വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. അടുത്ത 4 റിലേഷൻസും കൂടി ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നന്നായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 എണ്ണം കൂടി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറഞ്ഞോളൂ, ഏതൊക്കെയാണ് ഫങ്ഷൻസ്, ഏതൊക്കെയാണ് നോട്ട് എ ഫങ്ഷൻ. ഇതിൽ ഏതാ ഫങ്ഷൻ, ഏതാണ് ഫങ്ഷൻ അല്ലാത്തത്? എക്സാമ്പിൾസ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം, എന്നിട്ട് പറയണം. ആദ്യത്തേത് നോക്കിയേ, 1 to a, 2 എന്ന് ആറോ പോയിട്ടില്ല, 2ന് ഇമേജ് ഇല്ല, അപ്പൊ ഇത് ഫങ്ഷൻ അല്ല. ഓക്കെ, എല്ലാ എലമെന്റിനും ആറോ പോകണം, എല്ലാ എലമെന്റിനും ഒറ്റൊരു ആറോ പോകണം, എന്നാൽ മാത്രമേ അത് ഫങ്ഷൻ ആകും. 1 to b, 2 to a, 3 to c. അത് എവിടത്തേക്ക് പോയി എന്നുള്ളത് നമുക്ക് വിഷയമല്ല, ഏതാണ് ഇമേജ് എന്നുള്ളത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ടോ, ഒറ്റൊരു ഇമേജ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ 1ന് ഇമേജ് ഉണ്ട്, 2ന് ഇമേജ് ഉണ്ട്, 3ന് ഇമേജ് ഉണ്ട്, ഒറ്റൊരു ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒരു ഫങ്ഷനാണ്. This is not a function, this is a function. ഇനി ഈ കാര്യം നോക്കിയേ, ഇവിടെ 1ന് ഇമേജ് ഇല്ല, 3ക്കും ഇമേജ് ഇല്ല. അത് മാത്രമല്ല 2ന് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ട്. ഓക്കെ, 2 has 3 images, 1 has no image, 3 has no image, 2 has 3 images. So this relation is not a function. In this case, each element of A possesses unique image. എല്ലാ എലമെന്റിനും ഒറ്റൊരു ഇമേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്? ഫങ്ഷൻ ആണ്.
ഓക്കെ, സെയിം ഇമേജ് വരാം, അത് ശ്രദ്ധിക്കണേ. 3 എലമെന്റ്സിനും ഇതുപോലെ ഡിഫറെന്റ് ഇമേജ് തന്നെ വരണമെന്നൊന്നുമില്ല, സെയിം ഇമേജും വരാം. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എല്ലാ എലമെന്റ്സിനും ആറോ പോയിട്ടുണ്ടോ, ഒറ്റൊരു ആറോ മാത്രമേ പോയിട്ടുള്ളൂ, അതാണ്. എല്ലാ എലമെന്റ്സിനും ആറോ പോകണം, ഒറ്റൊരു ആറോ മാത്രം പോകണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ റിലേഷൻ എന്തായിരിക്കും, ഫംഗ്ഷനായി മാറും. സോ ഹിയർ these two are not functions, these two are functions. ഓക്കെ, ഇപ്പോൾ റിലേഷൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആർ, ഫങ്ഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എഫ്. Functions. Let R maps from A to B be a relation. A relation is said to be a function if it satisfies 2 conditions. ഏതാ ഫസ്റ്റ് കണ്ടീഷൻ? Every element of A possesses image. Second condition is one and only one, that is unique image. ഇപ്പോൾ 2 conditions ഉണ്ട്. ഏതൊക്കെയാ? Every element of A should possess an image and that image should be unique, one and only one image. A relation F from a set A to B is said to be a function if every element of set A has one and only one image in B. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ, ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം. A relation F from a set A to B is said to be a function if every element of set A has one and only one image in B. The function f from A to B is denoted by f maps from A to B. f എയിൽ നിന്നും ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലായ ലാംഗ്വേജിൽ ഇതുപോലെയാണ് എഴുതുന്നത്. വായിക്കേണ്ടത് എങ്ങനെയാ? f maps from A to B. ഇവിടെ വരച്ചിരിക്കുന്ന ആരോ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൽ ഏതാ ഫംഗ്ഷൻ, ഏതാ നോട്ട് എ ഫംഗ്ഷൻ പറഞ്ഞോളൂ. ഇവിടെ നോക്കിയേ, ആദ്യത്തെ സെറ്റിൽ 1 2 3 4 4 എലമെന്റ്സ് ഉണ്ട്. 4 എലമെന്റ്സിനും ഒറ്റൊരു ആറോ മാത്രം പോയിട്ടുണ്ട്. 4 എലമെന്റ്സിനും ആറോ പോയിട്ടുണ്ട്, ഒറ്റൊരു ആറോ മാത്രമേ പോയിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ ഫംഗ്ഷൻ. ഓക്കെ, ഇത് റിലേഷൻ ആണ്. അത് കൂടാണ്ട് ഇത് എന്തും കൂടിയാണ്, 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ഇത് ഫംഗ്ഷനും കൂടിയായി മാറി. പക്ഷെ ഇവിടെ ഈ റിലേഷന്റെ അകത്ത് 4 എന്ന് പറഞ്ഞ എലമെന്റിന് ഇമേജ് ഇല്ല, അതുകൂടാണ്ട് 3 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജസ് ഉണ്ട്. So this is not a function. Okay, first one is a function, second one is not a function. രണ്ടും റിലേഷൻ ആണ്, പക്ഷെ ആദ്യത്തേത് ഫംഗ്ഷൻ ആണ്, രണ്ടാമത്തേത് ഫംഗ്ഷൻ അല്ല. സോ എവറി ഫംഗ്ഷൻ ഇസ് എ റിലേഷൻ, ബട്ട് എ റിലേഷൻ നീഡ് നോട്ട് ബി എ ഫംഗ്ഷൻ. ഓൾ ഫംഗ്ഷൻസ് ആർ റിലേഷൻസ്. റിലേഷൻസ് തന്നെയാണ്, 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ആയിട്ട് മാറും. എ റിലേഷൻ നീഡ് നോട്ട് ബി എ ഫംഗ്ഷൻ. ഇതൊരു റിലേഷൻ ആണ്, പക്ഷെ ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇവിടെ ഞാൻ 2 റിലേഷൻസ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ സെറ്റിൽ ഇരിക്കുന്നത് സ്റ്റുഡൻസ് ആണ്. 4 സ്റ്റുഡൻസ് ഉണ്ട്, S1 S2 S3 S4. റിലേഷൻ ഫ്രം സ്റ്റുഡൻസ് ടു ടീച്ചർ, ടീച്ചറിലേക്കുള്ള റിലേഷൻ ആണ്. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണല്ലേ. എന്തുകൊണ്ടാ? ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്, ഒറ്റൊരു ഇമേജ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എല്ലാ എലമെന്റിനും ഒറ്റൊരു ആറോ മാത്രമേ പോയിട്ടുള്ളൂ. സോ ദിസ് ഇസ് എ ഫംഗ്ഷൻ. നേരെ തിരിച്ച് ടീച്ചറിൽ നിന്നും സ്റ്റുഡൻസിലേക്കുള്ള റിലേഷൻ നോട്ട് എ ഫംഗ്ഷൻ. എന്തുകൊണ്ടാ? ടീച്ചർക്ക് എത്ര ഇമേജസ് ഉണ്ട്, ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ടീച്ചറുടെ ഇമേജ് ആയിട്ട് വരും. ഓക്കെ, S1 is an image, S2 is an image, etc. So this relation is not a function. ഇപ്പൊ റിലേഷനും ഫംഗ്ഷനും അങ്ങനെ തിരിച്ചറിയാന്ന് മനസ്സിലായല്ലോ. എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിൽ നിന്നും ഒറ്റൊരു ആറോ പോയിട്ടുണ്ടാവണം. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവണം, ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു ഫംഗ്ഷനെ ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നൗ ദിസ് ഇസ് ആരോ ഡയഗ്രാം. ഓക്കെ, ഇവിടുത്തെ ഫംഗ്ഷൻ എന്താ? 1 to 6, 2 to 7, 3 to 8, 4 to 9. ദിസ് ഇസ് ആരോ ഡയഗ്രാം ഓഫ് ഫംഗ്ഷൻ. ആരോ ഡയഗ്രാം കൂടാണ്ട് റോസ്റ്റർ ഫോം ഉണ്ട്. അങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതേണ്ടത്, റോസ്റ്റർ ഫോം ഇസ് എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് 1 6. 1 നിന്ന് 6ലേക്കാണ് ആരോ പോയിരിക്കുന്നത്. 1 is related to 6. So 1 to 6 ordered pair 1 6. Then 2 7, 3 8, 4 9. ഈ എലമെന്റ്സ് ആണ് എഫിൻ്റെ അകത്ത് ഉണ്ടാവുക. എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യണം, കോമ ഇടണം, ഫ്ലവർ ബ്രാക്കറ്റ്സ് ഇടണം. ഇതാണ് റോസ്റ്റർ ഫോം. ഓക്കെ, എഫിലിരിക്കുന്ന എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യുക, കോമ ഇടുക, അതിനുശേഷം ഫ്ലവർ ബ്രാക്കറ്റ് ഇടുക. Now next form is set builder form.
റിലേഷനെ നമ്മൾ 3 രീതിയിലാണ് റെപ്രസെന്റ് ചെയ്തത്. ഫംഗ്ഷനെ നമുക്ക് 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അതുകൂടാണ്ട് 4ാമതൊരു മെത്തഡും കൂടി ഉണ്ട്, അതും കൂടി പറയാം. നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ എലമെന്റ്സ് ഫോളോ ചെയ്യുന്ന റൂൾ നമ്മൾ കണ്ടുപിടിക്കണം. 1നെ 6 ആക്കി മാറ്റും. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? 1നെ 6 ആക്കി മാറ്റും, 2നെ 7 ആക്കി മാറ്റണം, 3നെ 8 ആക്കി മാറ്റണം. എന്താ ചെയ്യേണ്ടത്? 1 + 5 = 6, 2 + 5 = 7, 3 + 5 = 8, 4 + 5 = 9. അതായത് ഈ എലമെന്റിനെ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ എലമെന്റ് വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താ? y = x + 5. ഇവിടുത്തെ എലമെന്റ്സിനെ എക്സ് ആയിട്ട് എടുക്കണം, ഇവിടുത്തെ എലമെന്റ്സിനെ വൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ y = x + 5. അതാണ് ഈ എലമെന്റ്സ് ഫോളോ ചെയ്യുന്ന റൂൾ. എന്താ അത് റൂൾ? y = x + 5. So set builder form is f is equal to set of all ordered pairs xy such that y is equal to x + 5, x belongs to a, y belongs to b. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനി 4ാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോമും കൂടിയുണ്ട്, അത് ഗ്രാഫാണ്. ഗ്രാഫ് നമ്മൾ വരക്കും. അത് അടുത്ത വീഡിയോയിലാണ്, അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഗ്രാഫ് വരക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്സ് ഒക്കെ വരുന്നത് നെക്സ്റ്റ് വീഡിയോയിലാണ്. Ordered pair xy represents a point on the Cartesian plane. X axis y axis വരയ്ക്കും. xy എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ പ്ലെയിനിന്റെ അകത്ത് പ്ലോട്ട് ചെയ്യും. ഗ്രാഫ് ഓഫ് എഫ് is set of all xy such that y is equal to f of x, x belongs to a. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ 3 ഫോമിലാണ് ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷന്റെ കുറിച്ച് നോക്കിയിട്ടുണ്ട്. ഏതൊക്കെയാ അത്? ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ. ഫംഗ്ഷൻ ഒരു റിലേഷനാണ്. അപ്പോൾ ഈ ഫംഗ്ഷനും റിലേഷന് എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചോ അതൊക്കെ ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ പറ്റും. റിലേഷൻസിന്റെ ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ സംഭവങ്ങളൊക്കെ ഫംഗ്ഷനും ഉണ്ട്. എന്താ ഡൊമെയിൻ? ഡൊമെയിൻ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ഓർഡേർഡ് പെയർസ് ഓഫ് എഫ്. Which are first elements? First elements are 1, 2, 3, 4. So domain is equal to set 1, 2, 3, 4. Now what is the range? Range is the set of all second elements. So second elements are 6, 7, 8, 9. So range is equal to set 6, 7, 8, 9. Codomain. Codomain is whole set B. F is from A to B. Then B is called codomain. Set 5, 6, 7, 8, 9 is the codomain. So domain is A. ഓക്കെ, ഫംഗ്ഷൻ ആകുന്ന സമയത്ത് അതിൻ്റെ ഡൊമെയിൻ എപ്പോഴും ഫസ്റ്റ് സെറ്റ് തന്നെ ആയിരിക്കും. എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ ഫംഗ്ഷന്റെ ഡൊമെയിൻ ഹോൾ സെറ്റ് എ ആയിരിക്കും. ഓക്കെ, കാരണം എന്താ? എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവണം. എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് എലമെന്റ്, എയിലെ എല്ലാ എലമെന്റ്സും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. സോ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു സെറ്റ് എ. റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ്, ദാറ്റ് ഇസ് സെറ്റ് 6, 7, 8, 9. Codomain equal to second set, the whole set B, set 5, 6, 7, 8, 9. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് എഴുതി വെച്ചേക്കണം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഡൊമെയിൻ, the set of all first elements of the ordered pairs of f is called domain of f. If f from a to b, then domain of f is equal to a. Range, the set of all second elements of the ordered pairs of f is called range of f. Codomain, if f from a to b, then the set B is the codomain. Clearly, range is a subset of codomain. Okay, range is a subset of codomain. ചില കേസിൽ പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും, ചില കേസിൽ ഈക്വൽ ആയിട്ടും വരാം. റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ ആയിട്ട് വരാം. ഫംഗ്ഷനെ വേറൊരു രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ ഫംഗ്ഷൻ ഇസ് എ റിലേഷൻ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി സച്ച് ദാറ്റ് the domain of f is A and no two distinct ordered pairs in f have the same first components. അതായത് ഡൊമെയിൻ എ ആയിരിക്കണം. അത് മാത്രമല്ല എഫിലെ ഏത് രണ്ട് ഓർഡേർഡ് പെയർസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫസ്റ്റ് എലമെന്റ്സ് ഡിഫറെന്റ് എലമെന്റ്സ് ആയിരിക്കും. 2 ഓർഡേർഡ് പെയർസ് എടുത്തു കഴിഞ്ഞാൽ അതിന് സെയിം ഫസ്റ്റ് കോമ്പോണന്റ് ഉണ്ടാവത്തില്ല. സെയിം ഫസ്റ്റ് കോമ്പോണന്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ആ എലമെന്റിന് 2 ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ ഫംഗ്ഷന്റെ അകത്തിരിക്കുന്ന ഏത് 2 ഓർഡേർഡ് പെയർസ് എടുത്തു കഴിഞ്ഞാലും
അതിൻ്റെ ഫസ്റ്റ് എലമെന്റ് ഡിഫറൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് ഫംഗ്ഷൻ ആയിട്ട് മാറും. നമ്മളിത് ചെക്ക് ചെയ്യുന്ന ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കണം. അത് A is equal to set 2, 4, 6, 8. B is equal to set 1, 3, 5, 7, 9. Then ഇവിടെ 5 റിലേഷൻസ് ഉണ്ട്. ഇതിൽ ഏതൊക്കെ ഫങ്ഷൻസ് ആണ്, ഏതൊക്കെ ഫങ്ഷൻസ് അല്ല നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം. റോസ്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ R1 എന്താ, സെറ്റ് ഓർഡർഡ് പെയർസ് 2, 1, 4, 3, 6, 5, 8, 9. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഓർഡർഡ് പെയേഴ്സിലെ എലമെന്റ്സ്, എയിലെ എല്ലാ എലമെന്റ്സും ഈ ഓർഡേർഡ് പെയേഴ്സിലെ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതായത് എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ എലമെന്റ്സ്, അതായത് ഫസ്റ്റ് എലമെന്റ്സ് എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ. ഈ എലമെന്റ് ഏതെങ്കിലും ഒരു എലമെന്റ് റിപ്പീറ്റ് ചെയ്താൽ അത് ഫംഗ്ഷൻ അല്ല. ഒരു എലമെന്റ് ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വരാൻ പാടുള്ളൂ. ഒരു എലമെന്റിന് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരു എലമെന്റ് ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാ, 2, 4, 6, 8. എയിലെ എല്ലാ എലമെന്റ്സും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏതെങ്കിലും എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ, ഇല്ല, ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ ഫംഗ്ഷൻ. ഓക്കെ, ദിസ് ഇസ് എ ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ റിലേഷൻ നോക്കാം. 2, 1, 4, 3, 4, 5, 6, 7, 8, 9. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ട് ഫംഗ്ഷൻ അല്ല? 4, 3, 4, 5 ഫസ്റ്റ് എലമെന്റ് 4 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് 4 to 3, 4 to 5. 4ന് 2 ഇമേജസ് ഉണ്ട്, 3 and 5. So this is not a function. This relation is not a function because 4 has 2 images. Now R3 നോക്കിയേ, 2, 3, 4, 5, 8, 9. എയിലെ എലമെന്റ്സ് ഏതൊക്കെയാ, 2, 4, 6, 8. ഇവിടെ 6 ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടില്ല. അതായത് 6ന് ഇമേജ് ഇല്ല. 6ന്ന് ആരോ പോയിട്ടില്ല. 6ന് ഇമേജ് ഇല്ല. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ബിക്കോസ് 6 ബിലോങ്സ് ടു എ ഹാസ് നോ ഇമേജ്. എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവണം, പക്ഷെ ഇവിടെ 6ന് ഇമേജ് ഇല്ല. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. നൗ R4 2, 3, 4, 1, 6, 7, 8, 1. എയിലെ എല്ലാ എലമെന്റ്സും ഫസ്റ്റ് എലമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. Now next R5 2, 5, 4, 5, 6, 5, 8, 5. ഓക്കെ, ഇവിടെ ഇമേജ് സെയിം ആണ്. നമ്മൾ സെക്കൻഡ് എലമെന്റ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഫസ്റ്റ് എലമെന്റ് മാത്രം. എയിലെ എല്ലാ എലമെന്റ്സും ഇവിടെ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. 2, 4, 6, 8 എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ആ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കണ്ടും. ഫസ്റ്റ് എലമെന്റിന്റെ കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. സെക്കൻഡ് എലമെന്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ എയിലെ എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ ഏതൊക്കെയാണ്, നോട്ട് എ ഫംഗ്ഷൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. അതിന്റെ കാരണം നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അന്നേരം തന്നെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കണം. ഇതൊക്കെ നോട്ട്സിൽ നന്നായിട്ട് എഴുതി വെച്ചേക്കണം. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മൾ എഴുതും. ഇവിടെ നമ്മൾ എന്താ സംഭവം എന്നൊന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കിയ ഫംഗ്ഷൻ എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. എ കൺസിസ്റ്റ് എലമെന്റ്സ് 1, 2, 3, 4. ബി കൺസിസ്റ്റ് എലമെന്റ്സ് 5, 6, 7, 8, 9. A is a subset of R. B is a subset of R. What is R? R is the set of all real numbers. ഇവിടെ നോക്കി, ആറിനെ ഇവിടെ 2 ലൈൻ വരച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് 2 ലൈൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ആ സെറ്റിനെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ 2 ലൈൻ ഇവിടെ വരക്കുന്നത്. റിലേഷൻ ആകുമ്പോൾ ജസ്റ്റ് R എന്ന് എഴുതും. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആകുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ലൈൻ അവിടെ ഇടും. ഓക്കെ, A is a subset of set of all real numbers. B is a subset of set of all real numbers. If A and B are subset or A and B equal to R, ഒന്നെങ്കിൽ എയും ബിയും ഈക്വൽ ടു ആർ ആയിരിക്കും, അല്ലെങ്കിൽ എയും ബിയും സബ്സെറ്റ് ഓഫ് ആർ ആയിരിക്കും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ഫംഗ്ഷൻ ഇസ് നോൺ ആസ് റിയൽ ഫംഗ്ഷൻ. എഫ് ഫ്രം എ ടു ബി, എ ഈക്വൽ ടു ബി ഈക്വൽ ടു ആർ, ഓർ എ ആൻഡ് ബി ആർ സബ്സെറ്റ്സ് ഓഫ് ആർ, ദെൻ എഫ് ഈസ് കോൾഡ് റിയൽ ഫംഗ്ഷൻ. സെക്കൻഡ് കേസിൽ നോക്കി, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഓക്കെ, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞ സെറ്റിൽ സ്റ്റുഡൻസിനെയാണ് എടുത്തിരിക്കുന്നത്. S1, S2, S3, S4 സ്റ്റുഡൻസ് ആണ്.
10, 11, 12, 13 എന്ന് പറയുന്നത് അവരുടെ റോൾ നമ്പറാണ്. ബി എന്ന് പറഞ്ഞ സെറ്റിൽ റോൾ നമ്പർ ഉണ്ട്. ക്ലിയർലി ബി ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ. ഒന്നെങ്കിൽ ബി ആർ ആയിരിക്കും, അല്ലെങ്കിൽ ബി സബ്സെറ്റ് ഓഫ് ആർ ആയിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ എഫ് ഇസ് നോൺ ആസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇഫ് റേഞ്ച് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു ആർ ഓർ എ സബ്സെറ്റ് ഓഫ് ആർ, സച്ച് ഫംഗ്ഷൻസ് ആർ നോൺ ആസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് റിയൽ ഫംഗ്ഷൻസ് മാത്രമാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും ഉണ്ടാകും, റിയൽ ഫംഗ്ഷൻസും ഉണ്ടാകും. ഓക്കെ, അതായത് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് തൽക്കാലം നമുക്ക് പഠിക്കാനില്ല. അത് ഹയർ ക്ലാസ്സിൽ മാത്രമേ പഠിക്കാനുള്ളൂ. +2 കഴിഞ്ഞിട്ട് നിങ്ങൾ മാത്തമാറ്റിക്സ് എടുത്തിട്ട് ഡിഗ്രിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, എഞ്ചിനീയറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് ഉണ്ടാകും. +2 നമുക്ക് റിയൽ ഫംഗ്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ഇപ്പോൾ റിയൽ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് ഡെഫിനിഷൻ എഴുതാം. F maps from A to B is said to be a real function if A and B are either equal to R or subsets of R. Okay, where R is the set of all real numbers. Now, real valued function. If the range of a function is the set of real numbers R or its subset, then the function is called a real valued function. ഇനി ഈ എക്സാമ്പിൾ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിക്കോളൂ. എഫ് ഫ്രം എ ടു ബി 1 to 6, 2 to 7, 3 to 8, 4 to 9. Okay, this is a real function because A is a subset of R, B is a subset of R. Now this F is real valued function because the range is a subset of R. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. Let n be the set of natural numbers and the relation R be defined on n such that R is equal to set of all ordered pairs xy such that y is equal to 2x. xy belongs to n. Okay, n is the set of all natural numbers and R is a relation such that R consists ordered pairs xy. With this relation, y is equal to 2x. 2 into x. xy belongs to n. What is the domain, range and codomain of R? അതായത് നമ്മൾ ആറിന്റെ ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ കണ്ടുപിടിക്കണം. ഈസ് ദിസ് റിലേഷൻ എ ഫംഗ്ഷൻ? തന്നിരിക്കുന്ന റിലേഷന്റെ സ്വഭാവം നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ആരോ ഡയഗ്രാം ആണ്. ഇപ്പൊ തന്നിരിക്കുന്ന സെറ്റ് ഫൈനൈറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് ആരോ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ആ റിലേഷന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴൊക്കെയാണ് ആരോ ഡയഗ്രാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നത്? തന്നിരിക്കുന്ന സെറ്റ്സ് എയും ബിയും ഫൈനൈറ്റ് സെറ്റ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് ആകുന്ന സമയത്താണ് ആരോ ഡയഗ്രാം വരയ്ക്കുന്നത് നല്ലത്. തന്നിരിക്കുന്ന സെറ്റ് റിയൽ നമ്പർ സെറ്റോ അല്ലെങ്കിൽ ഇന്റർവൽസ്, ഓക്കെ, ഇന്റർവൽസ് ആസ് എ സബ്സെറ്റ് ഓഫ് ആർ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ആർ അല്ലെങ്കിൽ ഇന്റർവൽസ് തന്നു കഴിഞ്ഞാൽ ആ റിലേഷന്റെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇപ്പൊ ഇവിടെ n തന്നതുകൊണ്ട് നമുക്ക് ആരോ ഡയഗ്രാം വരക്കാം. ആരോ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഈ റിലേഷന്റെ സ്വഭാവം എല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. R is a relation from n to n. n consist elements 1, 2, 3, 4, 5, etc. Okay, n ലെ എലമെന്റ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിലേഷൻ എന്താ? x to 2x, y is equal to 2 into x. So 1 to 2. 1നെ 2 into 1 ആക്കി മാറ്റണം. 2നെ 2 into 2, 4. 3 is 3 into 3നെ കൊണ്ടുപോകേണ്ടത് 3 into 2, 6. 4 to 8, 5 to 10. ഇതാണ് നമ്മുടെ റിലേഷൻ. ഇപ്പോൾ ഈ റിലേഷൻ്റെ ആരോ ഡയഗ്രാം നോക്കിക്കൊണ്ട് അതിൻ്റെ ഡൊമെയിനും റേഞ്ചും നമുക്ക് കണ്ടുപിടിക്കാം. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? എന്താ ഡൊമെയിൻ? ഡൊമെയിൻ ഇസ് സെറ്റ് 1, 2, 3, 4, 5, etc. വാട്ട് ഈസ് റേഞ്ച്? ആരോ എവിടത്തേക്ക് വന്നിട്ടുണ്ട് നോക്കണം. 2ലേക്ക് ആരോ വന്നിട്ടുണ്ട്. സോ 2 is in range. 2 is an image of 1. 4 is image of 2. 6 is image of 3. So range is equal to set 2, 4, 6, 8, 10, etc. That is set of all even natural numbers. What is codomain? Codomain is the whole set n. n equal to set 1, 2, 3, etc. is the codomain. ഇവിടെ നോക്കിയേ, എല്ലാ എലമെന്റ്സിനും ആരോ പോയിട്ടുണ്ട്, ഒറ്റൊരു ആരോ മാത്രമേ പോയിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ ഫംഗ്ഷൻ. ഓക്കെ, ഈ റിലേഷൻ എന്തായിട്ട് മാറി? ഫംഗ്ഷൻ ആയിട്ട് മാറി. എന്താ റീസൺ? എവറി എലമെന്റ് ഓഫ് n possess unique image in n. So this relation is a function. Every natural number n has one and only one image. So this relation is a function.
ഡൊമെയിൻ ഇസ് സെറ്റ് 1 2 3 എക്സെട്ര ദാറ്റ് ഇസ് ഈക്വൽ ടു n. ഇവിടുത്തെ എല്ലാ എലമെന്റ്സിനും ഇവിടെ ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ എലമെന്റ്സ് പോകും. ആ എല്ലാ എലമെന്റ്സിനും ഇവിടെ നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. എവറി എലമെന്റ് ഓഫ് n possess unique image. Domain equal to set 1 2 3 etc. that is equal to n. Range is equal to set 2 4 6 8 etc. that is set of all even natural numbers. Codomain equal to the whole set n. Okay, and this relation is a function. Second one, examine each of the following relations given below and state in each case giving reasons whether it is a function or not. Okay, തന്നിരിക്കുന്നത് ഫംഗ്ഷൻ ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യണം. Now first one, r equal to set ordered pairs 2 1 3 1 4 2. എലമെന്റ്സ് ഇവിടെ ആവർത്തിച്ച് വന്നിട്ടില്ല. 2 3 4 ആദ്യത്തെ സെറ്റിലെ എലമെന്റ്സ് 2 3 4 ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, നമുക്കതിൻ്റെ ആരോ ഡയഗ്രാം വേണമെങ്കിൽ ഒന്ന് വരച്ച് വെച്ചേക്കാം. R is a relation from A to B, 2 to 1, 3 to 1, 4 to 2. എല്ലാ എലമെന്റ്സൊന്നും ആരോ പോയിട്ടുണ്ട്, ഒറ്റൊരു ആരോ മാത്രമേ പോയിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ function. Every element of A has unique image in B. So R is a function. Now second one, R equal to set 2 2 2 4 3 3 4 4. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഫംഗ്ഷൻ അല്ല. എന്തുകൊണ്ടല്ല? 2 3 2 4 2 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജസ് ഉണ്ട്. 2 to 2 2 to 4 ആണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. സോ 2 ഹാസ് 2 ഇമേജസ്. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആരോ ഡയഗ്രാം, റഫായിട്ട് ഒരു ആരോ ഡയഗ്രാം വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. 2ന് 2 ആരോസ് പോയിട്ടുണ്ട്, 2ന് 2 ഇമേജസ് ഉണ്ട്. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. Now third one, R is equal to set 1 2 2 3 3 4 4 5 5 6 6 7. എലമെന്റ്സ് ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. ഫസ്റ്റ് എലമെന്റിനെ ശ്രദ്ധിക്കണേ, സെക്കൻഡ് എലമെന്റിനെ നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കോമ്പൊനന്റ് മാത്രം ശ്രദ്ധിക്കുക. 1 2 3 4 5 6 എല്ലാ എലമെന്റ്സിനും ഒറ്റൊരു ഇമേജ് മാത്രമേ ഉള്ളൂ. എല്ലാ എലമെന്റ്സിനും ഒറ്റൊരു ആരോ മാത്രമേ പോയിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ ഫംഗ്ഷൻ. Every element has one and only one image. So this relation is a function. Now exercise 2.3, first problem. Which of the following relations are functions? Give reasons. If it is a function, determine its domain and range. Now first one, set 2 1 5 1 8 1 11 1 14 1 17 1. എലമെന്റ്സ് ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒറ്റൊരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ആരോ ഡയഗ്രാം വരക്കാം. 2 to 1 5 to 1 എക്സെട്ര 17 to 1. എല്ലാത്തിൻ്റെ ഇമേജ് 1 ആണ്. അത് നമുക്കൊരു കുഴപ്പമില്ല, ഇമേജ് എന്തായാലും കുഴപ്പമില്ല. ഒറ്റൊരു ഇമേജ് മാത്രമേ ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യണ്ടൂ. എല്ലാ എലമെന്റ്സിനും ആരോ പോയിട്ടുണ്ട്, ഒറ്റൊരു ആരോ മാത്രമേ പോയിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ ഫംഗ്ഷൻ. Every element has unique one and only one image. So this relation is a function. തന്നിരിക്കുന്ന റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാം. ഡൊമെയിൻ ഇസ് സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ്. ഏതൊക്കെയാ ഫസ്റ്റ് എലമെന്റ്സ് ഇരിക്കുന്നത്? 2 5 8 11 14 17. സോ ഡൊമെയിൻ ഈക്വൽ ടു സെറ്റ് 2 5 8 11 14 17. വട്ട് ഇസ് റേഞ്ച്? റേഞ്ചിന്റെ അകത്ത് ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ, 1 മാത്രമേ ഉണ്ടാകൂ. സോ റേഞ്ച് ഇസ് ഈക്വൽ ടു സെറ്റ് 1. Codomain is B, which is equal to set 1. Now second problem, set 2 1 4 2 6 3 8 4 10 5 12 6 14 7. ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ ചെക്ക് ചെയ്തേ. ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഒരു എലമെന്റിന്റെ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കതിന്റെ ആരോ ഡയഗ്രാം വരച്ച് വെച്ചേക്കാം. എല്ലാ എലമെന്റ്സിനും ആരോ പോയിട്ടുണ്ട്, ഒറ്റൊരു ആരോ മാത്രമേ പോയിട്ടുള്ളൂ. സോ ദിസ് റിലേഷൻ ഇസ് എ function. Every element of A possesses unique image in B. So this relation is a function. What is domain? Domain is set 2 4 6 8 10 12 14. നമ്മൾ ഈ ആരോ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഡൊമൈനും റേഞ്ചും എഴുതുന്ന സമയത്ത് തെറ്റുകൂടാണ്ട് എഴുതാൻ പറ്റും. ചെറുതായിട്ട് റഫായിട്ട് ഒരു ആരോ ഡയഗ്രാം വരച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. സോ ഡൊമൈൻ ഈക്വൽ ടു സെറ്റ് 2 4 6 8 10 12 14. Okay, every element has unique image. So this relation is a function. Domain is set 2 4 6 8 10 12 14. Range is equal to set 1 2 3 4 5 6 7. Okay, domain range. Codomain is whole set B.
Now third one, 131525 ഫംഗ്ഷൻ ആണോ? അല്ല. എന്തുകൊണ്ടല്ല? 1ന് 2 ഇമേജസ് ഉണ്ട്. 1 to 3, 1 to 5. So this is not a function. നോക്കി ആരോ ഡയഗ്രാം നോക്കി. 1ന്ന് 2 ആരോസ് പോയിട്ടുണ്ട്. 1ന് 2 ഇമേജസ് ഉണ്ട്. So this is not a function. The element 1 has 2 images, namely 3 and 5. So this relation is not a function. ഇതുപോലെ എഴുതി വെച്ചേക്കണം. നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഫംഗ്ഷൻ, a relation f from a set A to B is said to be a function if every element of set A has one and only one image in B. The function f from A to B is denoted by f maps from A to B. ഈ ഡെഫിനേഷൻ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. എക്സാമ്പിളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇത് മനസ്സിലാകും. ഇനി ഇവിടെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്, എഫ് ഫ്രം എ ടു ബി. എഫ് എന്താ ചെയ്യുന്നത്? എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യും. എക്സിനെ കൊണ്ടുപോകുന്നത് വൈയിലേക്ക്. ഫംഗ്ഷൻ ഒരു മെഷീൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, എക്സ് നടന്ന ഇൻപുട്ടിനെ വൈ ആക്കി മാറ്റും. If ordered pair xy belongs to f, we write y is equal to f of x. നമ്മൾ കൊടുക്കുന്ന എക്സിനെ വൈ ആക്കി മാറ്റുന്ന ഫംഗ്ഷനാണ് ഈ എഫ് ചെയ്യുന്നത്. അതിൻ്റെ കർമ്മം അതാണ്. എക്സ് എന്ന് പറഞ്ഞ ഇൻപുട്ടിനെ വൈ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു എലമെന്റ് ആക്കി മാറ്റുക. അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇപ്പം നമ്മൾ മിക്സിയിൽ ഓറഞ്ച് ഇട്ട് കഴിഞ്ഞാൽ ഓറഞ്ച് ജ്യൂസ് ആയിട്ട് വരൂലേ, അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഓറഞ്ച് ആയിരിക്കും, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ചിന് പകരം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ആപ്പിൾ ജ്യൂസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആപ്പിൾ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആപ്പിൾ ജ്യൂസ്. അതുപോലെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. y is the image of x, x is the pre-image of y. ഈ ടേംസ് ഒക്കെ ഇവിടെയും ബാധകമാണ്. റിലേഷൻസിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. y is image, x is pre-image. Function is a machine. Input is x, output is f of x. ഇവിടുത്തെ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? 1നെ 6 ആക്കി മാറ്റും, 2നെ 7 ആക്കി മാറ്റും, 3നെ 8 ആക്കി മാറ്റും, 4നെ 9 ആക്കി മാറ്റും. ഇത് നമ്മുടെ ഇൻപുട്ടാണ്. ഈ കിട്ടുന്നത് നമ്മുടെ ഔട്ട്പുട്ടാണ്. ഓക്കെ, എക്സ് ആണ് നമ്മുടെ ഇൻപുട്ട്. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ? എഫ് ഓഫ് എക്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഇവിടെ മെഷീൻ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ലെറ്റ് n be the set of natural numbers. Define a real valued function f from n to n by f of x equal to 2x plus 1. This function is known as linear function. x-ന്റെ പവർ, x-ന്റെ ഡിഗ്രി 1 ആയതുകൊണ്ട് ഈ ഫംഗ്ഷന് നമ്മൾ പറയുന്നത് ലീനിയർ ഫംഗ്ഷൻ. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. അതിൻ്റെ ഗ്രാഫ് ഒക്കെ വരയ്ക്കാനുണ്ട്. ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടും. തൽക്കാലം നമുക്ക് അതൊന്നുമില്ല. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 1. യൂസിങ് ദിസ് ഡെഫിനിഷൻ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൻ ബിലോ. ഓക്കെ, എക്സിന് നമ്മൾ കൊടുക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാ? എക്സ് ഇസ് 1 2 3 4 5 6 7. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിന് 1 കൊടുത്താൽ, ഓക്കെ, എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 1ന്റെ വാല്യൂ എന്താ? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. 2 into 1 plus 1. 2 into 1 is 2, 2 plus 1 is 3. So f of 1 is 3. f of 2 എന്ന് പറയുമ്പോൾ x ഉള്ള സ്ഥലത്ത് 2 കൊടുക്കണം. Replace x by 2. We get f of 2. So here replace x by 2. 2 into 2, 4. 4 plus 1 is 5. So f of 2 is 5. What is f of 3? 2 into 3 is 6. 6 plus 1 is 7. f of 4, 2 into 4 is 8. 8 plus 1 is 9. f of 5, 2 into 5 is 10. 10 plus 1 is 11. f of 6, 2 into 6 is 12. 12 plus 1 is 13. f of 6 is equal to 13. And the f of 7? 15. Yes. So our answer is 3, 5, 7, 9, 11, 13, 15. ഇതാണ് നമ്മുടെ ടേബിൾ. ടേബിൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യണം. Now exercise 2.3, third problem. A function f is defined by f of x equal to 2x minus 5. Write down the value of first one f of 0, second one f of 7, third one f of minus 3. വളരെ ഈസിയാണ്. നിങ്ങൾ തന്നെ ചെയ്യണം. ആൻസർ കറക്റ്റ് ആണോ എന്നിട്ട് ചെക്ക് ചെയ്യാം. എങ്ങനെ എഫ് ഓഫ് 0 കണ്ടുപിടിക്കേണ്ടത്? എക്സ് ഉള്ള സ്ഥലത്ത് 0 കൊടുക്കാം. ഓക്കെ, റീപ്ലേസ് എക്സ് ബൈ 0. എഫ് ഓഫ് 0 റീപ്ലേസ് എക്സ് ബൈ 0. പി എക്സ് ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു
2 into 0 minus 5. 2 into 0 is 0. 0 minus 5 is minus 5. So f of 0 is equal to minus 5. Okay, x ഉള്ള സ്ഥലത്ത് 0 കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ഇനി രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിച്ചോളൂ. എന്താ f of 7? 2 into 7 minus 5. 14 minus 5 is 9. Third one, f of minus 3. 2 into minus 3 minus 5. 2 into minus 3 is minus 6. Minus 6 minus 5 is minus 11. അപ്പോൾ 3 വാല്യൂസും കിട്ടിയല്ലോ. Now exercise 2.3 fourth problem. The function t which maps temperature in degree Celsius into temperature in degree Fahrenheit is defined by t of c is equal to 9c by 5 plus 32. ഈ ടി എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ഇവിടെ ഫംഗ്ഷൻ എഫിന് പകരം ടി എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ടി ഓഫ് സി. ഓക്കെ, സി എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ്. ടി ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റും. ഓക്കെ, ഡിഗ്രി സെൽഷ്യസിനെ ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടി എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? 9c by 5 plus 32. സിക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, സി ആണ് നമ്മുടെ ഇൻപുട്ട്, സിക്ക് ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ് ടി. ഓക്കെ, നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം നോക്കാം. ഫൈൻഡ് ടി ഓഫ് 0, ടി ഓഫ് 28, ടി ഓഫ് -10. അതായത് ഈ 3 പ്രോബ്ലത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ സി ഉള്ള സ്ഥലത്ത് 0 കൊടുക്കണം, ഇവിടെ സി ഉള്ള സ്ഥലത്ത് 28, സി is equal to -10. നാലാമത്തെ പ്രോബ്ലം കുറച്ച് ഡിഫറെൻ്റ് ആണ്. ദ വാല്യൂ ഓഫ് സി വെൻ ടി ഓഫ് സി ഈക്വൽ ടു 212. വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് സി വെൻ ടി ഓഫ് സി is equal to 212. ഓക്കെ, 212. ടി ഓഫ് സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ഇതിന്റെ വാല്യൂ, ഈ മൊത്തത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സി കണ്ടുപിടിക്കണം. അതായത് 212ന്റെ പ്രീ ഇമേജ് കണ്ടുപിടിക്കണം. നാലാമത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് 212ന്റെ പ്രീ ഇമേജ്. ഇവിടുത്തെ വാല്യൂ തന്നിട്ടുണ്ട്, ഇപ്പുറത്തെ വാല്യൂ എയിലെ വാല്യൂ കണ്ടുപിടിക്കണം. ബി എന്ന് പറഞ്ഞ സെറ്റിലെ വാല്യൂ 212 തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞ സെറ്റിലെ സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ പ്രീ ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ 3 എണ്ണം സ്വന്തമായിട്ട് ചെയ്യാലോ. സി ഉള്ള സ്ഥലത്ത് 0 കൊടുക്കാം. When c is equal to 0, first term is 0. 0 plus 32 is 32. So t of 0 is equal to 9 into 0 by 5 plus 32, which is equal to 32. Now second one, t of 28. T of 28 is 9 into 28 by 5 plus 32. That is equal to 9 into 28 is 252. 252 by 5 plus 32. So we have to take denominator 5. So 32 into 5. So this is equal to 252 plus 32 into 5 whole divided by 5. 32 into 5 is 160. So answer is 412 by 5. Calculator ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. Now third one, t of -10. 9 into -10 by 5 plus 32. That is -90 by 5 plus 32. Take denominator 5. So this is equal to -90 plus 160 by 5. That is equal to 70 by 5, which is equal to 14. ഇനി നാലാമത്തെ പ്രോബ്ലം. Given t of c equal to 212. t of c is 9c by 5 plus 32. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണിത്. t of c is 9c by 5 plus 32, which is equal to 212. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 32നെ RHSലേക്ക് കൊണ്ടുപോകണം. സോ 9c by 5 is equal to 212 minus 32. That is 9c by 5 is equal to 180. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന 5നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അത് ന്യൂമറേറ്ററിലേക്ക് വരും. ഇവിടുത്തെ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന 9 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും. സോ c is equal to 180 into 5 divided by 9. 180 into 5 divided by 9. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നത് ഈക്വൽ സൈൻ്റെ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരും. ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന 9 ഡിനോമിനേറ്ററിലേക്ക് വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തേ. 18 by 9 is 2. So 20 into 5, which is equal to 100. അതായത് 212 ഫാരൻഹീറ്റിന് ഈക്വൽ ആയ ഡിഗ്രി സെൽഷ്യസ് എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ c is equal to 100 degree Celsius. So pre-image of 212 is 100. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഫങ്ഷൻസ്, ഇമേജ്, പ്രീഇമേജ്, ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ, റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്, റിയൽ ഫങ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്
ഗ്രാഫ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്. ഫങ്ഷൻസ് പിന്നെ അതിൻ്റെ ഗ്രാഫ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോട്ട്സിൽ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഗ്രാഫ്സിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, താങ്ക് യു.